താമസിക്കുവാനും മറ്റു കാര്യങ്ങൾക്കുമായി രസമുള്ളൊരിടം. 1979 അടൂർ ബാസി പറഞ്ഞ കാര്യങ്ങൾ ഈ ഹോട്ടലിൻ്റെ ചുവരുമേൽ പതിഞ്ഞിട്ടുണ്ട്. അടൂർ ബാസി മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒട്ടനവധി സിനിമാ താരങ്ങളുടെ വാക്കുകളും ചിത്രങ്ങളും ഈ ഹോട്ടലിൻ്റെ ചുവരുമേൽ പതിഞ്ഞിട്ടുണ്ട്. സിനിമാ താരങ്ങളാൽ പേരുകേട്ട ആലപ്പുഴയിലെ ഈ ഹോട്ടലിലേക്കുള്ള ഞങ്ങളുടെ യാത്രയായിരുന്നു. ആലപ്പുഴയിലേക്ക് ബസ് കയറാൻ എത്തിയപ്പോഴുള്ള വൈറ്റില ഹബ്ബിലെയും വൈറ്റില മെട്രോ സ്റ്റേഷനിലെയും പുലർക്കാല കാഴ്ചകളാണിതെല്ലാം. തിരക്കൊഴിഞ്ഞ വൈറ്റില ഹബ്ബിൽ ബസ്സുകളും യാത്രക്കാരും വന്നു തുടങ്ങുന്നതേയുള്ളൂ. ദീർഘദൂര ബസ്സുകൾ നോക്കി കുറച്ച് യാത്രക്കാർ മാത്രം ഹബ്ബിൽ നിൽപ്പുണ്ട്. ആലപ്പുഴ ഭാഗത്തേക്കുള്ള ബസ് നോക്കി ഹബ്ബിൻ്റെ ഒരു വശത്തേക്ക് ഞാൻ നടന്നു. ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു KSRTC ബസ്സാണ് എനിക്ക് കിട്ടിയത്. ആലപ്പുഴയിലിറങ്ങി ചെറിയൊരു ചായയും കടിയും കഴിച്ചതിന് ശേഷം നേരത്തെ ഷെഡ്യൂൾ ചെയ്തവരെ കണ്ടുമുട്ടി ഉച്ചയായപ്പോഴേക്കും ആൻ്റണിക്കൊപ്പം ആലപ്പുഴയുടെ ഹൃദയഭാഗത്തുള്ള ബ്രദേഴ്സ് ഹോട്ടലിൽ ഞങ്ങളെത്തി. 1973 തുടങ്ങിയതാണ് ബ്രദേഴ്സ് ഹോട്ടൽ. ഹോട്ടലിൽ ഉച്ചയൂണിൻ്റെ തിരക്ക് ആകുന്നതേയുള്ളൂ. അവിടുത്തെ പേര് കേട്ട ചിക്കൻ ബിരിയാണിയും ഫിഷ് കറി മീൽസും പൊടിമീൻ ഫ്രൈയും ഒക്കെയാണ് ഞങ്ങൾ കഴിക്കാനായി തിരഞ്ഞെടുത്തത്. നന്നായി വെന്ത ചിക്കനും മസാലയും ചേർന്ന ചിക്കൻ ബിരിയാണി നന്നായിട്ടുണ്ട്. കുറുവ അരിയിലെ നാടൻ ഊണിനൊപ്പം മാന്യമായ രീതിയിലുള്ള കറികളും ഉണ്ടായിരുന്നു. ചോറിലൊഴിച്ച് കഴിക്കുവാനായി ഫിഷ് കറിക്കൊപ്പം പുളിശ്ശേരിയും മോരും രുചിയേറിയ സാമ്പാറും ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ സിനിമാ താരങ്ങളാൽ പേരെടുത്ത ആലപ്പുഴയിലെ ബ്രദേഴ്സ് ഹോട്ടലിനൊപ്പം ഈ കാലത്ത് ഇതുപോലെ തന്നെയുള്ള ഒട്ടനവധി നല്ല രുചിയിടങ്ങളും ആലപ്പുഴ ടൗണിൽ നമുക്ക് കാണാൻ കഴിയും. സിനിമാ താരങ്ങൾ മാത്രമല്ല, വിദേശികളും സ്വദേശികളുമായ ഒട്ടനവധി വിനോദസഞ്ചാരികളും ആലപ്പുഴയിലെ തനതായ രുചി അറിയുവാനായി ഈ ഹോട്ടലിൽ എത്തുന്നുണ്ടെന്നുള്ള കാര്യം അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. കുറുവ അരിയുടെ ചോറും നാടൻ കറികളും പൊടിമീനും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനൊരു മലബാറുകാരനാണെങ്കിലും അവിടുത്തെ ബിരിയാണി ഇനങ്ങൾ കഴിച്ച് ശീലിച്ചതാണെങ്കിലും ഇവിടങ്ങളിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. റെസ്റ്റോറൻറ്റിൽ ഉച്ചയൂണിനായി ആളുകൾ വന്നു തുടങ്ങി. ഊണിന് ശേഷം ഫ്രഷ് ലൈം ജ്യൂസ് കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയത്. ഹോട്ടൽ പേര് കേട്ടതാണെങ്കിലും ബില്ലിൽ മാന്യമായ തുക മാത്രമാണ് ഭക്ഷണത്തിന് വേണ്ടി അവർ ഈടാക്കുന്നതെന്ന് ബില്ല് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ വന്നിട്ടുള്ളവരും ഭക്ഷണം കഴിച്ചിട്ടുള്ളവരുമായ ഒരുപാട് സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളാണ് ഈ ഹോട്ടലിൻ്റെ ചുവരുമേൽ നിറയെ പതിഞ്ഞിരിക്കുന്നത്. ഒരുപാട് സിനിമാക്കാരുടെ ഭാഗ്യ ഹോട്ടലായ ഈ ഹോട്ടലിലെ ഭാഗ്യ റൂം നമ്പർ 19 ആണെന്നുള്ള ഒരു വാർത്ത കൂടി അവിടുത്തെ ചുമരിന്മേൽ പതിഞ്ഞിട്ടുണ്ട്. സിനിമാക്കാരാൽ പേരുകേട്ട ആലപ്പുഴ ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ബ്രദേഴ്സ് ഹോട്ടൽ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലേ? വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ മറ്റൊരു രുചിയെടുത്ത് വെച്ച് വീണ്ടും കാണാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല നല്ല വീഡിയോകൾക്കായി കാത്തിരിക്കുമല്ലോ. നന്ദി.